എന്തെങ്കിലും രീതിയിൽ ഗൂഢാലോചന സംശയിക്കുന്നത്? കാരണം രണ്ടുപേർ തമ്മിലുള്ള സംസാരം മാത്രമാണ്. ആ സംസാരത്തിന്റെ ഓഡിയോ നിശ്ചിത കാലത്ത് ശേഷം പുറത്തു വന്നതിൽ എന്തെങ്കിലും ഒരു സംശയമുണ്ടോ? ഞാൻ വളരെ സീനിയർ മോസ്റ്റായ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. വളരെ ഈ ജില്ലയിൽ വളരെ സീനിയർ മോസ്റ്റായ ഒരാളാണ്. അങ്ങനെ ഒരു ഗൂഢാലോചന എൻ്റെ പേരിൽ നടത്തിയിട്ട് ഒരു കാര്യവുമില്ല. ഞാനിതിനകത്ത് ഈ DCC പ്രസിഡന്റ് കസേരയിൽ വന്നതിന് അന്ന് മുതൽ വാർഡ് കമ്മിറ്റി, ബൂത്ത് കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. നമുക്കിവിടെ ഈ പാർട്ടി തിരുവനന്തപുരം ജില്ല ഉമ്മൻചാണ്ടി ഒരാളിൻ്റെ ഭൂരിപക്ഷത്തിൽ, ഞാൻ വന്ന MLA-യുമായിരുന്നു, കുറേ കാലം ഡെപ്യൂട്ടി സ്പീക്കറുമായിരുന്നു. അന്ന് ഈ ജില്ലയിൽ നിന്ന് എത്ര MLA-മാരുണ്ടായിരുന്നു എന്നറിയാമോ? ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായപ്പം 9 MLA-മാരുണ്ടായിരുന്നു അന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ സന്ദേശം ഇവിടെ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കും. നിങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുമ്പോട്ട് പോകണം. 2 പാർലമെൻറ്റ് ഇലക്ഷനിലും BJP കേരളത്തിൽ ഏറ്റവും കൂടുതൽ തള്ളിക്കയറിയ ജില്ലയാണ് ഈ ജില്ല. എന്നിട്ട് ഞങ്ങൾ പാർലമെൻറ്റ് 2 നിലനിർത്തി. ശ്രീ ശശി തരൂരിന് തിരുവനന്തപുരത്തെ 4 നിയോജകമണ്ഡലത്തിൽ വന്ന വ്യത്യാസം നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് വളരെ ഈ 2 പാർലമെൻറ്റും ഞങ്ങൾ നിലനിർത്തി. ഞങ്ങൾ ഈ അസംബ്ലിയിൽ വൻപിച്ച മുന്നേറ്റമുണ്ടാക്കും. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനും ഈ കോർപ്പറേഷനിലും. ഈ കോർപ്പറേഷൻ ഞങ്ങൾ 12 സെക്ടറുകൾ തിരിച്ച് ഞങ്ങൾ വർക്ക് നടത്തുന്നത്. നല്ല ഭൂരിപക്ഷം ഈ കോർപ്പറേഷനിൽ ഉണ്ടാക്കാൻ ആ ആത്മവിശ്വാസം ഞങ്ങൾക്ക് ഈ ജില്ലയിലുള്ള ടീം ലീഡേഴ്സിനുണ്ട്. താക്കീത് നൽകുകയായിരുന്നു. ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി എന്തെങ്കിലും ഭിന്നതകൾ അതാത് സ്ഥലങ്ങളിലുണ്ടെങ്കിൽ ആ ഭിന്നതകൾ മാറ്റി നിങ്ങൾ ഒരുമിച്ച് നിന്ന് സംഘടനാ ദൗർബല്യം തീർത്ത് മുമ്പോട്ട് പോയില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാൻ പ്രയാസമാകും എന്ന് പ്രവർത്തകരോട് ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണമെന്ന് പറയുകയാണ്. മുമ്പൊക്കെ ആണെങ്കിൽ 2 തിരഞ്ഞെടുപ്പാണ്, കമ്മ്യൂണിസ്റ്റും UDF ആൻഡ് LDF, ഇപ്പോൾ BJP കൂടിയുണ്ട്. ഇതിങ്ങനെ ആവർത്തിച്ച് പറയുകയാണ്. ഇവിടെ നിന്ന് താഴെയുള്ള പാർട്ടി കമ്മിറ്റികൾക്ക് ഈ മെസ്സേജാണ്, ഓരോ പ്രവർത്തകൻ വിളിക്കുമ്പോഴും ഈ മെസ്സേജാണ് ഇവിടെ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. KPCC-യിൽ നിന്നും ഒക്കെ ഞങ്ങൾക്ക് തരുന്ന ഡയറക്ഷൻ എന്താണ്? വളരെ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ ഫാറം അടിച്ച് കൊടുക്കാൻ നോക്കില്ല. ഞങ്ങൾ 1,00,000 ഫാറം അടിച്ച് താഴോട്ട് കൊടുത്തു. ഈ DCC അടിച്ച് താഴോട്ട് കൊടുത്ത് എന്തിനാണെന്നറിയാം? ഓൺലൈനിൽ ഞങ്ങൾ വോട്ട് ചേർത്തു എന്ന് പറയാനല്ല, നിങ്ങൾ ചേർത്ത വോട്ടിൻ്റെ ലിസ്റ്റ് തിരിച്ചു വേണം. പാർട്ടി പ്രവർത്തകന്മാരെ തമ്മിലല്ല, ഒരു പ്രവർത്തകൻ എന്നെ വിളിച്ചത്. ആ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പാർട്ടിക്ക് ഈ ഓഡിയോ പുറത്തുവന്നതിൽ അടക്കം ഒരു ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് കരുതുന്നു. ഞാൻ അങ്ങനെ ഉദ്ദേശിക്കണം. കാരണം എനിക്കതിനകത്ത് ഞാൻ അതങ്ങനെ കാണുന്നത്, അത് ഞാൻ വളരെ സീനിയർ മോസ്റ്റാണ്. ഈ സംസ്ഥാനത്തെ പാർട്ടിയിലെ സീനിയർ മോസ്റ്റ് പ്രവർത്തകനാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ പാർട്ടി നേതൃത്വമായിട്ട് ആലോചിക്കണം. തീർച്ചയായിട്ടും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചില്ല എനിക്ക്. ഞാൻ DCC പ്രസിഡന്റാണ്. അങ്ങനെ ഞാൻ അതാണ് വീണ്ടും പറയുന്നത്. കാരണം ഞാൻ DCC പ്രസിഡന്റ് ആയെന്ന് ഇതിനകത്തിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ പലർക്കും അറിയാം. ഞാനെങ്ങനെയാണ് DCC പ്രസിഡന്റായി ഈ പോസ്റ്റിലേക്ക് വന്നത് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അങ്ങനെയൊന്നുള്ള ഒരു നമ്മുടെ ജില്ലയിലുള്ള ഏതെങ്കിലും ഒരു നേതാവിനോ ഒരു പ്രവർത്തകനോ വ്യക്തിപരമായി എന്നോടൊരു അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും സഹകരിക്കുക. ഈ ജില്ലയിലുള്ള മുഴുവൻ സീനിയർ നേതാക്കന്മാരും കഴിഞ്ഞ 3 വർഷക്കാലമായി സംഘടനാ വർക്കിൽ എന്നോട് ഒരു കാലഘട്ടത്തിനും ഇല്ലാത്തവരെ സഹകരിക്കുക. വ്യക്തിപരമായി സംസാരിക്കുന്ന ഓഡിയോ പുറത്തുവന്നതിൽ മറ്റേ വ്യക്തിപരമായി എന്തെങ്കിലും വിഷമം ഉണ്ടായോ? സാറേ, അങ്ങനെ കൊടുക്കാൻ പാടില്ലായിരുന്നു. കാരണം ഇത് എൻ്റെയും ഈ ഞാൻ പറഞ്ഞത് കേട്ട ഒരു സഹപ്രവർത്തകൻ്റെയും വിശ്വസിക്കുന്ന പാർട്ടിക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞത്. കാരണം നീ ജാഗ്രത കാണിക്കണം, നിങ്ങൾ തമ്മിൽ ഒരു ഭിന്നത കാണിക്കരുത്, നിങ്ങൾ ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകണം, എന്നാലേ നമ്മുടെ പാർട്ടി തിരിച്ചു വരികയുള്ളൂ. ഭവന സന്ദർശനം നടത്തണം. BJP-യുടെ ശക്തിയൊന്നും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നാളെ പലതരത്തിലുള്ള ധാരണയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. 140 നിയോജകമണ്ഡലങ്ങളിൽ വളരെ നിയോജകമണ്ഡലങ്ങളിൽ ഞാൻ തിരുവനന്തപുരം നഗരത്തിൻ്റെ കാര്യം പറഞ്ഞു, അവർക്ക് വലിയ സ്വാധീനമാണ്. ഇതൊക്കെ ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി സംഘടനയിലുണ്ടാകുന്ന ജാഗ്രത കൂട്ടുന്നതിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. DCC പ്രസിഡന്റ് പറയാൻ ബാധ്യസ്ഥനാണ്. അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് പറയുക
അതല്ല, നമുക്ക് ഈ സ്വാഭാവികമായും പല തട്ടുകളിൽ ചില അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഭിന്നതകൾ കാണും പ്രവർത്തകർ തമ്മിൽ. അത് സ്വാഭാവികമായും അത് തീരണമെന്നുള്ള ഉദ്ദേശമാണ്. ആരെങ്കിലും അതിനുവേണ്ടി ഒരു ശക്തമായ നിലപാട് ഒരു ടീം എടുത്തു നിന്നാലേ, ഞങ്ങളിപ്പോൾ ഇവിടെ ഞങ്ങളൊരു 21 പേരുടെ ഒരു ടീമുണ്ട്, സീനിയർ APCC ഭാരവാഹികൾ, പിന്നെ മുൻ MLA മാർ ഉള്ളൊരു ടീമുണ്ട്. ആ ടീമാണ് നമ്മൾ ഈ താഴോട്ട് നമുക്ക് ഈ ജില്ലയിൽ UDF-ന് വളരെ സാധ്യതയുള്ള ജില്ലയാണ്. അത് സംഘടനാ വർക്ക് ശരിയാക്കുകയും സോഷ്യൽ എഞ്ചിനീയറിംഗ് അതനുസരിച്ച് മുമ്പ് നടത്തിയതുപോലെ നടത്തുകയും ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ മുമ്പോട്ട് ഈ ജില്ല പോകും. എനിക്ക് നല്ല ആത്മവിശ്വാസം. പിന്നെ ആരും വിളിച്ചു, ഇതുവരെ വിളിച്ചു.